കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ ഇപ്പൊ തന്നെ പോയി ജോത്സ്യനെ ഫോൺ ചെയ്തിട്ട് വരാം. കഴിഞ്ഞ ഉത്സവത്തിന് നാട്ടിൽ പോയി വന്നതിന് ശേഷം വീട്ടിൽ പതിവില്ലാത്ത പല ആപത്തുകളും നടക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വെച്ചാ അദ്ദേഹം ഇവിടെയില്ല. ഒരു പൂജ നടത്തിയ എല്ലാം ശരിയാകുമെന്ന് തോന്നുന്നു. ഈ ആന്റി എന്തിനാ ഏട്ടത്തി ഏട്ടത്തിന്ന് വിളിച്ചോണ്ട് നടക്കുന്നേ? മാറ്റർ എന്തായിരിക്കും? കണ്ടുപിടിക്കണമല്ലോ. എന്താ ഏട്ടത്തി? ആ ഭാവനയും വസുവില്ലേ, അടുക്കളയിൽ നിന്നുകൊണ്ട് എന്തോ ദോഷത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദോഷമോ? എന്ത് ദോഷോ? എന്തോ ഒരു വലിയ ദോഷായെടുത്തി. ഞാൻ ഒളിച്ചിരുന്ന് കേൾക്കുന്നത് കണ്ട് ഒട്ടന്റെ വിഷയം മാറ്റി. എന്നിട്ട് പാചകകാര്യങ്ങൾ പറയാൻ തുടങ്ങി. രണ്ടുപേരും വലിയ ഫ്രോഡുകളായെടുത്തി. ആ ദോഷത്തിന്റെ കാര്യം ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ലെന്നാ. പ്രത്യേകിച്ച് ഏട്ടത്തി ഒന്നും അറിയാൻ പാടില്ലത്ര. അറിഞ്ഞാ ഏട്ടത്തി വിഷമിക്കും പോലും. ചിലപ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും. BP കൂടിയിട്ട് ചിലപ്പോ നെഞ്ചു തന്നെ പൊട്ടും പോലും. അത്രയ്ക്ക് സീരിയസ് മാറ്റർ എന്താ ആന്റി? എന്തോ ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നേ. അല്ല, നീ ഈ വീട്ടിൽ വന്നിട്ട് എന്തെടുക്കുക? ചേച്ചിമാരോടൊപ്പം ചേർന്ന് നിന്ന് എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കിയൂടെ? ഒന്ന് നിർത്തേടത്തി. കേട്ട കാര്യങ്ങള് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ഒളിച്ചിരുന്നെല്ലാം കേട്ടതും പോരാഞ്ഞ് കാർത്തിക കൂടെ വഴി തെറ്റിക്കാണോ? ഇവരെന്താ എന്നെ വഴക്ക് പറയുന്നു? ഒളിച്ചിരുന്ന് പാതി കേട്ടിട്ട് അത് വന്ന് എന്നോടും പറയും. ഇതല്ലാതെ വേറെ ഒരു ജോലിയില്ലേ? ഏട്ടത്തി പറയുന്നൊക്കെ ഞാൻ കേട്ടതുകൊണ്ടാ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനായിരുന്നു. അബിയെപ്പറ്റിയും വാസുവിനെ പറ്റിയും വേണ്ടാത്തതൊക്കെ പറയുന്നു. അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് അബിയോട് ഞാൻ വഴക്കിന് പോയി. അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നിർത്തിക്കോ ഏട്ടത്തി, ഇതോടെ മതിയാക്കിക്കോ. ഏട്ടൻ അറിഞ്ഞ നന്നായിരിക്കില്ല. എന്താ ആന്റി ഇത്? ഇതുവരെ അച്ഛൻ മാത്രമാണ് ആന്റിയെ വഴക്ക് പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ അമ്മയും വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എന്റെ അടുത്തേക്ക് എന്നോട് സ്നേഹം കൂടുമ്പോ വഴക്ക് പറയും. അതുകൊണ്ടാ ഇങ്ങനെ. എന്താ മറയ്ക്കാൻ നോക്കുവാണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മുതിർന്നവർ ഓരോ കാര്യം സംസാരിക്കും. അതിനിടയ്ക്ക് നീ എന്തിനാ വന്നേ? എന്താ എന്റെ മുൻപിൽ വെച്ച് അമ്മ വഴക്ക് പറഞ്ഞതിന്റെ നാണക്കേടാണോ? എനിക്കിത് നാണക്കേടാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണക്കിലെടുക്കില്ല. എല്ലാം അങ്ങ് തട്ടിക്കളയും. അത് ശരി. എരുമയുടെ ദേഹത്ത് മഴ വീണാ എരുമയ്ക്ക് അത് ആശ്വാസം തന്നെ ആയിരിക്കും. നീ ആരാടി ഇപ്പൊ എരുമാന്ന് പറഞ്ഞത്? ഞാൻ ആന്റി അങ്ങനെ പറഞ്ഞതല്ല, എരുമയാ പറഞ്ഞത്. എന്നാ ഓക്കെ. അത് പോട്ടെ, അമ്മ ആന്റിയോട് ഇപ്പൊ എന്താ പറഞ്ഞേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പാതി പറഞ്ഞ് അവരെ നിർത്തിക്കളഞ്ഞു. നിങ്ങൾ പകുതിയെ കേട്ടുള്ളൂ എന്ന് പറഞ്ഞാ മതിയല്ലോ. എല്ലാം ഇങ്ങനെ പകുതി പകുതി ചെയ്താ എങ്ങനെയാ ആന്റി? എന്താടി നീ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയോ? ഒരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, നമ്മൾ എന്തുമാത്രം പ്ലാൻ ചെയ്തിരിക്കുന്നു?
പക്ഷെ ഓരോ പ്ലാനും ഫെയിൽ ആവുന്നു. ചില സമയത്ത് എനിക്ക് തന്നെ എന്തിനാ ഈ പ്ലാനൊക്കെ ചെയ്യുന്നേന്ന് മനസ്സിൽ തോന്നാറുണ്ട്. ആന്റിക്ക് ഇങ്ങനെ തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഞാൻ സുമംഗലിയായി ഇരിക്കില്ലായിരുന്നല്ലോ. ആ അതെ, അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾ ശരിക്കും സുമംഗലിയായി തന്നെ ഇരുന്നേനെ. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കാരണം എന്റെ ഭർത്താവ് മരിച്ചെന്നാണോ? എനിക്കും മനസ്സൊക്കെ ഉള്ളതാ. അപ്പൊ എനിക്കും മനസ്സിനത് വേദനയാ. ആ ശരി ശരി, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ ദോഷം എന്താണെന്ന് കണ്ടുപിടിക്കേ. എന്നെ കണ്ട ഉടനെ ആ കഴുതകൾ ടോപ്പിക്ക് തന്നെ ചേഞ്ച് ചെയ്തു. നിന്റെ അമ്മായിയോട് പറഞ്ഞ് അവളുമാരോട് ചോദിക്കാന്ന് വെച്ചപ്പോ നിന്റെ അമ്മായി എന്നോട് ദേഷ്യപ്പെട്ടു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്ത് ആ വിഷയം കണ്ടുപിടിക്കൂടെ. പോയി ആ ജോലി നോക്കിക്കോ. അമ്മേ 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 നമ്മുടെ ട്രെയിനിൽ കേറിക്കോ. അമ്മേ അമ്മേ, ഇന്ന് സ്കൂളില് ഒളിമ്പിക് ടെസ്റ്റ് നടത്തിയായിരുന്നു. അതില് ഞാനാ ഫസ്റ്റ് വന്നത്, അറിയാമോ? അങ്ങനെയാണോ? അതെ, ടീച്ചർമാരെല്ലാരും ഉണ്ണിയെ ഒരുപാട് പുകഴ്ത്തി. നെക്സ്റ്റ് വീക്ക് സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അമ്മേ. ഫംഗ്ഷനിൽ എനിക്ക് പ്രൈസ് തരും. അമ്മയും അച്ഛനും ഉറപ്പായിട്ട് വന്നേ പറ്റൂ. ആ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ വേണം എന്നാ ഫംഗ്ഷന് മാത്രം ഡാഡി മമ്മിയോ അല്ലേ? ആക്ച്വലി ഇന്നത്തെ ആ ടെസ്റ്റിൽ നീ ഫസ്റ്റ് ആവാനും ഫസ്റ്റ് പ്രൈസ് കിട്ടാനും ഒക്കെ കാരണം ആരെന്ന് നിങ്ങളുടെ വിചാരം? ഈ ഞാൻ തന്നെയാ. നീ എന്റെ ലക്കി ഹാൻഡിൽ പിടിച്ചിട്ട് എന്നും പറഞ്ഞ ക്ലാസ്സിൽ പോയത്. അങ്ങനെ പോയതുകൊണ്ടാണ് മോനെ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ആണോ ചെറിയച്ച? പക്ഷെ എന്നെയും കീർത്തിയ സ്കൂളിലേക്ക് ചെറിയച്ഛനല്ലേ കൊണ്ടുപോകുന്നേ. അപ്പൊ നമുക്കെന്താ പ്രൈസ് കിട്ടാത്തെ? ഇത്തവണ ഉണ്ണിക്കാ പ്രൈസ് കിട്ടിയത്. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ചെറിയച്ഛൻ്റെ ഭാഗ്യമുള്ള കയ്യാൻ തോന്നുന്നു. അതെ, ഗോൾഡൻ ഹാൻഡ്. ഞാൻ ചെറിയ പ്രായത്തിലെ വളരെ നല്ലോണം പഠിക്കുമായിരുന്നു. ഞാൻ നല്ല മാർക്കാ വാങ്ങിക്കൊണ്ടിരുന്നത്. സ്കൂളിലെ മുഴുവൻ പ്രൈസും ഞാനാ വാങ്ങിച്ചിരുന്നത്. എന്നെ നിങ്ങൾ വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ട് കണ്ടാ മതി. അതെ അതെ, സ്കൂൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നതും പാതിരാത്രി മതില് ചാടി വീട്ടിലേക്ക് വരുന്നതും ബിറ്റ് വെച്ച് എക്സാം എഴുതുന്നതും ഇതിലെല്ലാം നിന്നെ കണ്ട് തന്നെ പിള്ളേര് പഠിക്കണം. ഏടത്തിയേ, പാവം എന്റെ സീക്രട്സ് ഒക്കെ ഇങ്ങനെ ലീക്ക് ചെയ്ത് എങ്ങനെയാ ഏടത്തി? പിന്നെ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെയാണോ പോസ് ചെയ്യേണ്ടത്? അത് പിന്നെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നടി. സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെയാണോ? 1 മിനിറ്റ്. കുട്ടികളെ, നിങ്ങളുടെ ചെറിയച്ഛന് കിട്ടിയ മാർക്ക് കണ്ടോളൂ. എവിടെ നിന്നാടി നിനക്കത് കിട്ടിയത്? രാവിലെ നിങ്ങളുടെ ഷെൽഫ് ക്ലീൻ ചെയ്തപ്പോ കിട്ടിയതായത്. കിട്ടിയെന്ന് വെച്ച് പിള്ളേരെ കൊണ്ടൊന്ന് കാണിക്കാനോട് വൃത്തിട്ടോളെ. അതിങ്ങോട്ട് തന്നെ. ചെറിയച്ച, ഞങ്ങളും കൂടി ഇന്ന് കാണട്ടെ ചെറിയച്ച. മലയാളത്തിന് 40, ഇംഗ്ലീഷിന് 36, ഹിന്ദിക്ക് 30, മാത്സിന് 38, സയൻസിന് 37. സോഷ്യലിന് 36. എന്താ ചെറിയ മാർക്കൊക്കെ ബോർഡിൽ നിൽക്കുന്നേ?
ബോർഡറിലെ സോൾജേഴ്സിനെ പോലെ നിങ്ങളുടെ ചെറിയച്ഛൻ കഷ്ടപ്പെട്ടാ പഠിച്ചത്. അതുകൊണ്ടാ ബോർഡർ വിട്ട് മാർക്ക് കിട്ടാത്തത്. കുറച്ച് മാർക്ക് വാങ്ങി എങ്ങനെയോ 10th പാസ്സായി. പക്ഷെ സ്റ്റേറ്റ് റാങ്ക് വാങ്ങിയത് പോലെയാ ബിൽഡപ്പ് ഒക്കെ കണ്ട. 10th മാത്രം ഞാൻ ചെറിയ മാർക്കോടെ പാസ്സായിട്ടുള്ളൂ. +2 ഡിഗ്രിക്കൊക്കെ നല്ല മാർക്കാ ഞാൻ വാങ്ങിയത്. സത്യമായിട്ടും ആ സർട്ടിഫിക്കറ്റും എനിക്ക് ഷെൽഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എടുത്തോണ്ട് വരട്ടെ? വേണ്ടടി മൊത്തേ, നിന്നെ നമിച്ച മോളെ. പിള്ളേരെ മുന്നിൽ വെച്ച് നാണം കെടുത്തല്ലേടി. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ശരി, പിന്നെ കാണാമേ. ചിരിച്ചോ ചിരിച്ചോ. ആരെയാണോ എന്തോ കണി വേണ്ടത്. ശരി, വാ. ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് സ്നാക്സ് തരാം. ഹോംവർക്ക് ചെയ്യാനുള്ളതല്ലേ, വേഗം ചെല്ല്. നന്നായി. പിള്ളേര് കാരണം വസു ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ. രാവിലെ മുതൽ പാവം നല്ല ടെൻഷനിലായിരുന്നു. വേഗം ജോൽസിനെ ഫോൺ ചെയ്ത് മുഹൂർത്തം കുറിച്ച് വാങ്ങണം. പറയുന്ന അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ. ഇനി പറഞ്ഞോളൂ. ഷുവർ ഡെഫിനറ്റ്ലി ഐ വിൽ കോൾ യു. ഐ വിൽ ഡെഫിനറ്റ്ലി കോൾ യു ബാക്ക്. ഓക്കെ, ഷുവർ. അനിയ, പൂ വേണോ അനിയ? ഇല്ല, വേണ്ട. പറഞ്ഞോളൂ സർ. എന്താടാ ഇവിടെ നിർത്തിയത്? രാവിലെ വൈഫ് കുറച്ച് അപ്സെറ്റ് ആയിരുന്നടാ. ലേഡീസ് അല്ലടാ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കും. സാരിയോ വളയോ വാങ്ങിക്കൊടുത്താൽ അവർ സന്തോഷിക്കും. അതങ്ങനെയൊന്നും അല്ലടാ. പൂവും സ്വീറ്റ്സും വാങ്ങിക്കൊണ്ടു കൊടുത്താൽ അവരുടെ മനസ്സ് പെട്ടെന്ന് കൂളാകും. ഐ വിൽ കോൾ യു ബാക്ക് ലേറ്റർ സർ. ഷുവർ. ഒരു മിനിറ്റ്. ശരി. കുറച്ച് പൂ വേണം. എത്ര മുഴ വേണ്ട സാർ? 5 മുഴ എടുത്തോളൂ. എത്ര രൂപയെ? 150 രൂപ സാർ. രാവിലെ വസുന്ധര നല്ല ടെൻഷനിലായിരുന്നു. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോഴും അവൾ നല്ല അപ്സെറ്റ് ആയിരുന്നു. പൂവും സ്വീറ്റ്സും വാങ്ങിയാൽ ചിലപ്പോൾ അവളുടെ മൂഡ് മാറുമായിരിക്കും. കുറച്ച് പൂ തരാമോ? കുറച്ചു മുന്നേ ചോദിച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് വേണമെന്ന് തോന്നി, തന്നോളൂ. എത്ര മുഴ വേണ്ടത്? ഈ ലേഡീസിന് എത്ര മുഴം വേണ്ടി വരും? എന്താ അനിയ, ആദ്യമായിട്ടാണോ ഭാര്യയ്ക്ക് പൂ വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അത് പിന്നെ ഒന്ന് പെട്ടെന്ന് തരാമോ? എനിക്ക് മനസ്സിലായി അനിയ. 4 മുഴ വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. തന്നോളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഏതായിരിക്കും? ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. സ്വീറ്റ് ഷോപ്പിൽ പോയി ക്യാരറ്റ് ഹൽവ തന്നെ വാങ്ങിച്ചോളാം. നമുക്ക് എന്ത് ചെയ്യാം കീർത്തി? നമുക്ക് TV ഉണ്ടല്ലോ. വേണ്ട.
എന്ത് പറ്റി ഉണ്ണി? എന്തിനാ ഉണ്ണി നിലവിളിച്ചേ? TV കാണാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറയോ വല്യമ്മേ? ഓ, TV ഓൺ ചെയ്തിട്ടാണ്. അന്ന് നിങ്ങളുടെ ഡാഡിക്ക് ഷോക്ക് അടിച്ചെന്ന് പറഞ്ഞ് മുത്തശ്ശി വഴക്കു പറയുമെന്ന് പേടിച്ചിട്ടാണോ ഉണ്ണി? അതല്ല ചെറിയമ്മ, ഒരിടത്ത് നിന്ന് TV കാണാതെ ഓടിക്കളിക്കാൻ പോയാ നമ്മൾ സ്ട്രോങ് ആവില്ലേ? അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത്. വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ ഉണ്ണി. നിങ്ങൾ TV കണ്ടോളൂ, ഒന്നും സംഭവിക്കില്ല. എന്താ ഇത്? എല്ലാരും ഹാളിൽ തന്നെ ഉണ്ടല്ലോ. ഇതെങ്ങനെ കൊടുക്കും? എന്നും ലേറ്റ് ആയിട്ടാണല്ലോ വീട്ടിൽ വരുന്നത്. ഇന്നെന്താ ഇത്ര നേരത്തെ എത്തിയത്? വസുവേട്ടത്തി വിളിച്ചിട്ട് വന്നതായിരിക്കും. അച്ഛാ, ഇന്നെന്റെ സ്കൂളിലൊരു ടെസ്റ്റ് നടത്തിയായിരുന്നു. അതിൽ ഞാനാ ഫസ്റ്റ് വന്നത്. എനിക്ക് പ്രൈസ് തരുമെന്ന് പറഞ്ഞു. മണക്കുന്നു, മുല്ലപ്പൂ മണക്കുന്നു, സ്വീറ്റ്സ് മണക്കുന്നു. എവിടെ സ്വീറ്റ്സ്? എവിടെ പൂവ്? എവിടെ സ്വീറ്റ്സ്? എവിടെ? ഇളയമേത ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മുല്ലപ്പൂവിന്റെ മണമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ മണപ്പിച്ചോണ്ട് നടക്കുകയാണല്ലോ. പണിയാവോ? എന്താ ഇളയമേ ഈ സ്മെല്ലെന്ന് പറഞ്ഞോണ്ട് ഈ ഹാള് മുഴുവൻ മണം പിടിക്കുന്നേ? കുറച്ചു നേരം മുന്നേ മണം വന്നു അബി. ഇപ്പൊ എന്താ വരാത്തത്? അപ്പോഴും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ഇളയമേടെ മൂക്കിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് പോയി ഡോക്ടറെ കാണാൻ നോക്ക്. എന്താ, നിങ്ങൾക്കൊന്നും മണം അടിച്ചില്ലേ? ഞങ്ങൾക്കൊരു മണവും വന്നില്ലല്ലോ. നിന്റെ ഭർത്താവ് വന്നല്ലോ, നീ അവന്റെ പിറകെ പോ. കാർത്തികേ, സത്യം പറ, നിനക്ക് മണടിച്ചില്ലേ? ഇല്ല. അപ്പൊ എനിക്ക് മാത്രം എന്താ മണം വന്നത്? സ്മെൽ വന്നതാണോ അതോ സ്മെൽ വന്നതുപോലെ തോന്നിയതാണോ? തോന്നലൊന്നല്ല, ശരിക്കും ആ മണം വന്നതാ. ഞങ്ങൾക്ക് കിട്ടാത്ത സ്മെല് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ആ മണം ഇതുവരെ ഞാൻ മറന്നിട്ടേ ഇല്ല. ആ കാലത്ത് ഞങ്ങളുടെ കല്യാണം നടന്ന സമയം എന്റെ ഭർത്താവ് ദിവസവും മുല്ലപ്പൂവും ഹലുവയും കൊണ്ടുവരും. അന്ന് വന്ന ആ മണം ഇപ്പോഴും എന്റെ മൂക്കിൽ നിന്നും എന്റെ മനസ്സിൽ നിന്നും പോയിട്ടേ ഇല്ല. ഇപ്പോഴോർക്കുമ്പോ പോലും ഫ്രഷ് ആയിട്ട് ആ മണം എനിക്ക് വരുന്നുണ്ടടി. ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ഭർത്താവിനെ ആലോചിച്ചോ? നാശം പിടിച്ചവൻ, അങ്ങേരെ വിചാരിക്കാത്ത ദിവസല്ല. അതായിരിക്കും സ്മെൽ വന്നേ.
ഒരിക്കലും വരാത്ത മുല്ലപ്പൂവിന്റെ മണം ഇന്നതിപ്പോ എവിടുന്നാ വന്നത്? അതെ ഏട്ടാ, ഇതെല്ലാം ഏട്ടനാണോ വാങ്ങിക്കൊണ്ട് വന്നേ? അതേലോ. ഇങ്ങനെയൊന്നും വാങ്ങാറുള്ളതല്ലല്ലോ, പിന്നെ ഇന്നെന്താ പറ്റിയേ? സാധാരണ പൂവും സ്വീറ്റ്സ് ഒന്നും വാങ്ങിക്കൊണ്ട് വരാത്ത ആള് ഇന്നെന്താ പെട്ടെന്ന് വാങ്ങിയിട്ട് വന്നെന്ന് ചിന്തിക്കുകയാണോ? സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പൂവും സ്വീറ്റ്സും എല്ലാം ഒരുപാട് ഇഷ്ടമല്ലേ? അതെ, എനിക്ക് പൂക്കളെന്ന് പറഞ്ഞ ഒരുപാട് ഇഷ്ടാ. ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോ അതിനേക്കാൾ ഇഷ്ടാ. പിന്നെന്താ എന്നോട് ഈ കാര്യം ഇതുവരെ പറയാതിരുന്നേ? അതൊക്കെ ഞാൻ തന്നെ പറയണമെന്നുണ്ടോ? ഏട്ടൻ തന്നെ മനസ്സിലാക്കിക്കൂടെ? തന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ പറയാതെ ഞാൻ എങ്ങനെ അറിയും? ഇത്രയും വലിയൊരു ഇവന്റ് ഓർഗനൈസർ ഇതുപോലും മനസ്സിലാക്കാൻ കഴിയില്ലേ? ഈവൻസിനെ കുറിച്ച് അറിയാന്നല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ? തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ എനിക്കത് നോട്ട് ചെയ്ത് വെക്കായിരുന്നു. തനിക്കെപ്പോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എനിക്കത് വാങ്ങിട്ട് വരായിരുന്നു. എന്താ ചിരിക്കുന്നേ? ചുമ്മാ ചിരിച്ചതാ. എന്തോ ഉണ്ട്, ഒന്ന് പറയ്. ഞാൻ പറയുന്നതും ചോദിക്കുന്നതും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നാ അതിലെന്താ ഒരു ത്രില്ലുള്ളേ? ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വാങ്ങിക്കൊണ്ട് വന്നാ അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കും. അപ്പോ തനിക്ക് ത്രില്ലും സസ്പെൻസും ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. എനിക്ക് മനസ്സിലായി. എന്തായാലും ഇപ്പൊ താൻ ഹാപ്പി അല്ലേ? രാവിലെ താൻ കുറച്ച് അപ്സെറ്റ് ആയിരുന്നതുകൊണ്ടാ ഞാനിതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഇനി മുതൽ താൻ എപ്പോ അപ്സെറ്റ് ആയിരുന്നാലും ഇങ്ങനെയുള്ള സർപ്രൈസ് പ്രതീക്ഷിക്കാം. ഓക്കെ?